ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഒരു നാച്ചുറൽ മനുഷ്യന് ആത്മീയ കാര്യങ്ങളെ മനസ്സിലാവില്ല. ഇത് ഒരിക്കലും തിരിച്ചറിഞ്ഞിട്ട് യേശു കർത്താവ് സ്വർഗസ്ഥനായ പിതാവിനെ സ്തുതിച്ചത് ഞാൻ ഓർക്കുന്നു. അപ്പോൾ ശ്രദ്ധിച്ച്, യഥാർത്ഥ ദൈവികമായ അറിവ് അക്ഷരം പഠിച്ചുണ്ടാകുന്നതല്ല. ഈ ഒരു അറിവ് വേണം, വെളിപ്പെട്ട് കിട്ടുന്നതാണ്. ആരുടെ വായിലുള്ള വാക്കാ? യേശുവിൻ്റെ വായിലുള്ള. ജ്ഞാനികൾ ഒക്കെ ഒരു അക്ഷരം പഠിച്ചാണ് അവരുണ്ടാക്കുന്നത്. പക്ഷേ യഥാർത്ഥ ദൈവികമായ അറിവ് വെളിപ്പെട്ട് കിട്ടുകയാണ്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടുമില്ല. അതിൻ്റെ അർത്ഥം കോളേജിലെ ലെക്ചറിൽ കേട്ടിട്ടില്ല എന്ന്, ബുക്കിൽ വായിച്ചാൻ പറ്റത്തില്ല എന്ന്, ഒരു ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. പിന്നെ എങ്ങനെയത് കിട്ടുക? ദൈവം തൻ്റെ ആത്മാവിനാൽ അത് വെളിപ്പെടുത്തി തരുന്നു. ഇതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ ഉടനീളം നമുക്ക് കാണുന്നൊരു പ്രത്യേകതയുണ്ട്, പഴയ നിയമത്തിൽ കാണാത്തതും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. പക്ഷെ ഞാൻ വളരെ എൻ്റെ ഹൃദയത്തിൽ ഞാൻ ദൈവസ്ഥാനത്തിൽ എപ്പോഴും എൻ്റെ ദൈവമേ, ഈ ആത്മാവിനെ കേൾക്കാൻ കുഞ്ഞുങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ.